ഇന്ന് രാവിലെ എഴുന്നേക്കാൻ തന്നെ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നൈനൂസിന് എഴുന്നേറ്റത്തും ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കഴിക്കാൻ കൊടുത്തു. ഞാൻ പറയാലോ, ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ടാണ്. ഇതിങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നത് ഭയങ്കര അതിശയമാണ്. നിങ്ങൾക്ക് ആർക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. പക്ഷേ നൈനൂസിന് ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഫ്രൂട്ട് കഴിച്ചത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞങ്ങൾ നേരെ ഡയറക്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി നേരെ പോയത് കടവന്ത്രയിലേക്കാണ്. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന കടവന്ത്രയിൽ സമൃദ്ധി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. വളരെ ചെറിയ റേറ്റിൽ വെജ് മീൽസ്, ഫിഷ് മീൽസ്, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നൈനൂസിന് ഇഞ്ചി കഴിക്കുകയാണ്. ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇഞ്ചിയാണ് ഇത്, ഇഞ്ചി. അപ്പോൾ നൈനൂസിന് നവ്യ ചേച്ചി കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നൈനൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള രാധാകൃഷ്ണ റെസ്റ്റോറൻറ്റ്, അവിടെ പോയിട്ട് നൈനൂസിനും നിക്കിക്കൊക്കെ കുറച്ച് ഡ്രസ്സിൻ്റെ തുണി എടുക്കാനുണ്ട്. ഞങ്ങൾ മിക്കവാറും സമയത്ത് പാവാടയും പട്ടുപാവാട അങ്ങനെയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ തുണിയൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരുപാട് വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. ഹോൾസെയിൽ ഷോപ്പ് പോലെയാണ്. അവിടെ ചെറിയ റേറ്റിന് പാവാടയുടെ ഒക്കെ തുണി കിട്ടും. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേക്കും അവിടെ നൈനൂസിൻ്റെ ഒരുപാട് പരിചയക്കാരുള്ള ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും നൈനൂസ് കുറേ സമയം കളിച്ച് ചിരിച്ച് ബില്ലൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തിയത് നന്മയിലേക്കാണ്. അങ്ങനെ നന്മയിലെത്തിയതും നിക്കിയുടെ ഗ്ലോബൈനിക്സിൻ്റെ കുറച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഗാർഡനിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ചേർക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നിക്കിയുടെ ഒടുക്കത്തെ ചിരി കാരണം ഷൂട്ട് ഒരുപാട് വൈകി ഗൈസ്. പുതിയൊരു വീഡിയോയുമായി അടുത്തതിന് കാണാം. ബൈ ബൈ.